പണ്ട് സകല ലോകൈകനായകനായിരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീരാമചന്ദ്രന്റെ പരമഭക്തനായി ദാസനായി പ്രണമ്യ വിഹിത പ്രദക്ഷിണ ദക്ഷിണ പരബലാവമർദ്ദനേ മർദ്ദിതും പുരമധാപ്രചക്രമേ. സീതാന്വേഷണത്തിനായിക്കൊണ്ട വാനര ചക്രവർത്തിയായിരിക്കുന്ന സുഗ്രീവൻ 400,000 വാനരത്താന്മാരെ 4 ദിക്കിലേക്കും പറഞ്ഞയക്കുണ്ടായി. ഓരോ ദിക്കിലേക്ക് പോകണ്ട. പടിഞ്ഞാറ് രാത്രി സമയമായപ്പോ സീതാദേവിയുടെ മുമ്പില് ചെന്നു എന്ന് മാത്രല്ല, ദേവിക്ക് ഭഗവാൻ അടയാളായിട്ട് കൊടുത്തിരിക്കുന്ന അങ്കുലീയകം കൊടുത്തു, അടയാള വാക്കുകളെയൊക്കെ പറയുകയും ചെയ്തു. ഏവം ഉക്തവതി രാമജീവിതേ. അങ്ങനെ ഭഗവാൻ അനേക കാലായിരിക്കുന്നു ഇവിടെ ഈ രാക്ഷസന്മാരുടെ ഇടയിൽ കഴിയണ സമയത്ത് ഇന്ന് അങ്ങ് ഇവിടെ വന്നിട്ട് എന്റെ ഭർത്താവിന്റെ കാര്യങ്ങളൊക്കെ പ്രണമ്യ ആ ദേവിയെ നമസ്കരിച്ചു. വേഗം അതൊരു വിഘ്നം ഉണ്ടാവില്ല, പുറപ്പെട്ടോളൂ എന്ന് ദേവിയുടെ അനുഗ്രഹം കൂടി അങ്ങോട്ട് കിട്ടിയപ്പോ ആ ഹനുമാൻ അവിടുന്ന് അങ്ങോട്ട് പുറപ്പെട്ടു. എത്ര കാലമായി തുടങ്ങിയിട്ട്? ഏതെങ്കിലും ഒരു അന്വേഷണം അവസാനിച്ചു എന്ന് കേൾക്കുന്നു. ഒരന്വേഷണം തുടങ്ങും, അത് കുറച്ച് കാലം ഇങ്ങനെ അന്വേഷിച്ച് കുറച്ച് ദിവസം തന്നെ വർത്താനം ഉണ്ടാവുള്ളൂ. അങ്ങനെ അന്വേഷിച്ച് അബദ്ധാവും. അതുകൊണ്ട് പറയുക എന്താ വെച്ചാൽ പണ്ടത്തെ പോലെയല്ല. വയസ്സായ ആളുകളെ എങ്ങനെയാ കണ്ടുപിടിക്കുക? വയസ്സായവരെ എങ്ങനെയാണോ കണ്ടുപിടിക്കുക? വയസ്സായവരെയൊക്കെ കണ്ടുപിടിക്കാൻ എളുപ്പം. എന്താ ഇപ്പം ഇതിൻ്റെ ഇടയിലൊന്നും കാണാനില്ലേ? അതുകൊണ്ടാണ് പറയണത്. പണ്ടൊക്കെ ആണെങ്കിൽ വയസ്സായതിനെ കണ്ടുപിടിക്കാൻ തലയിലേക്ക് നോക്കിയാൽ മതി. എന്താ വെള്ളി എന്താ പുറത്തേക്കിടാത്ത പറയുവോ? വായ തുറക്കില്ല. വായ തുറന്ന പ്രായമായി മനസ്സിലാവണോ? വായ തുറന്നാ മനസ്സിലാവും പ്രായമായി. അതുകൊണ്ട് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കുക. ഏ ഓണം